ഹലോ, എന്താ ഇവിടെ ആരാ നിങ്ങള്? ഞങ്ങൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഗ്യാപ്പ് പ്രോഗ്രാം fill ചെയ്യാൻ. ചെയ്യാനോ? ആ ഗ്യാപ്പ് പ്രോഗ്രാം. അല്ല ഇവിടെ ഡാൻസ്. ആ അതെ, ഡാൻസ് ഗ്യാപ്പ്. അല്ല ഇവിടെ പ്രഭുദേവ വരുമെന്നല്ലേ പറഞ്ഞേ? എന്താണ്? പ്രഭുദേവ വരുമെന്നല്ലേ പറഞ്ഞേ? അതെ. എടാ പുള്ളി എവിടെ? എന്താ പ്രഭുദേവ എവിടെ? അതെ, ഞാൻ പ്രഭു, ഇവൻ ദേവ. അങ്ങനെ പ്രഭു ദേവ, പ്രഭു ദേവ അങ്ങനെ. അതെ ശരി. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞ അപ്പൊ നിങ്ങളാണ് ഗ്യാപ്പ് ആർട്ടിസ്റ്റുകൾ? ആ അതെ, ഗ്യാപ്പ് ആർട്ടിസ്റ്റുകൾ. അതെന്താ അങ്ങനെ? അത് ഗ്യാപ്പ് ആർട്ടിസ്റ്റിനോട് ഞങ്ങൾ ഗ്യാപ്പ് ചെയ്യുന്നതുകൊണ്ടല്ല ഗ്യാപ്പ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇന്ന് എത്ര തീയതി? ഇന്ന് നീ പോടെ. 24. ഇന്നിപ്പോ ഈ വർഷം 24, നിങ്ങൾ അടുത്ത വർഷം 24 തീയതി ഞങ്ങൾ അടുത്ത പ്രോഗ്രാം കാണും. അപ്പോൾ ഒരു നീണ്ട ഗ്യാപ്പാണല്ലോ, അതുകൊണ്ടാണ് നമ്മളെ ഗ്യാപ്പ് ആർട്ടിസ്റ്റ്. നല്ല ഗ്യാപ്പാണ്. നല്ല ഗ്യാപ്പാണ്. നിങ്ങൾ 3 പേര് വരുമെന്നാണ് പറഞ്ഞല്ലോ. ഇപ്പൊ 2 പേരേ ഉള്ളല്ലോ. ഒരാളിവിടെ അവന് ട്രിപ്പാണ്. ട്രിപ്പിലാണ്. അത് അമേരിക്ക, ഗൾഫ്, അങ്ങനെ ഇറ്റലി. അല്ലല്ല, മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടിരിക്കുകയാണ് അവൻ. അതെന്ത് പറ്റി? അത് ഒരു സ്റ്റേജ്, നമ്മൾ ഈ റോപ്പ് ഡാൻസറാണ്. റോപ്പിൽ തൂങ്ങി ഡാൻസ് ചെയ്യുന്നത് കണ്ടില്ലേ? റോപ്പ് ഡാൻസ്. അതിൽ അങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണ്. ഒരു ദിവസം സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ആദ്യം ഇങ്ങനെ തലകീഴായിട്ട് തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടും അവൻ. അത് ഫസ്റ്റ് ആട്ടം അങ്ങ് ഓഡിയൻസിന് ഇടയ്ക്ക് വരെ പോകും, തിരിച്ചു വരും. അങ്ങനെ ആടുമായിരുന്നു. ഫസ്റ്റ് ആട്ടം പോയി അവൻ തിരിച്ചു വന്നു, രണ്ടാമത് പോയി തിരിച്ചു വന്നു, മൂന്നാമത് പോയി തിരിച്ചു വന്നു. കയറ് മാത്രം അവനെ കണ്ടില്ല. അവനെ ഞാൻ നോക്കുമ്പോൾ പിന്നെ മാവിൻ്റെ തുമ്പ് സേൻ്റെ ഫ്രണ്ടിൽ മാവിനിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, മാങ്ങയുടെ കൂട്ടത്തിൽ. പിന്നെ എങ്ങനെ ഇറക്കി? നാട്ടുകാർ മാങ്ങയാന്ന് പറഞ്ഞ് എറിഞ്ഞ് താഴെ ഇട്ട്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. പിന്നൊരു കാര്യം, മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നവർ അവന് ബോധമില്ലായിരുന്നു കേട്ടോ. ബോധം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ വരുമായിരുന്നു അവൻ. അയ്യോ വന്നത് അവനും ബോധമില്ലേ? പുള്ളി ഇപ്പൊ എവിടെയാണ്? പുള്ളി ഇപ്പൊ സ്റ്റേജിലാണ്. വീണ്ടും വിളിച്ച് അവനെ സ്റ്റേജിൽ കയറ്റി. ആ സ്റ്റേജല്ല, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇത് ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട്. എന്നിട്ട് നിങ്ങള് പുള്ളീനെ അവിടെ ഇട്ടിട്ട് പോകുന്നില്ല? ഇല്ലല്ലോ, അവൻ അവിടെ നിന്ന് പോയല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് പോയി. അതിന് ശേഷം ഞങ്ങൾ വന്നത്. അതെന്താണ് ഈ പറയുന്നത്? ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറയുന്നു, പിന്നെ പുള്ളി പോയെന്നും പറയുന്നു. ഇന്ന് രാവിലെ ആയിരുന്നു അവന് ഓപ്പറേഷൻ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അവന് ഓപ്പറേഷൻ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ബോധം ഉണ്ട് അവന്. അപ്പോൾ ഡോക്ടർ നേഴ്സോട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ നേഴ്സ് അവൻ ഇങ്ങനെ കൂടെ നേഴ്സ് അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കാതിരിക്കൂ, ഇതിനാണ് വിറയ്ക്കുന്നത്, കൈയും കാലും വിറയ്ക്കാതെ സമാധാനമായിട്ടിരിക്കൂ, ഞങ്ങളില്ലേ കൂടെ. ഇത് കേൾക്കി ഇവനിറങ്ങി ഒരു ഒറ്റ ഓട്ടമാണ്. ഇതെല്ലാ നേഴ്സുമാരും ഓപ്പറേഷന് മുമ്പ് രോഗികളോട് പറയുന്ന ഒരു കാര്യമാണ്. അവരെ സമാധാനിപ്പിക്കാൻ, അത് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാ നേഴ്സുമാരും രോഗിയോട് പറയും. അത് പേടിച്ചോടേണ്ട കാര്യമില്ലല്ലോ. അതാ പറഞ്ഞത്, എല്ലാ നേഴ്സുമാരും രോഗിയോട് പറയും. ഈ നേഴ്സുമാർ ആരോടാ പറഞ്ഞെന്നറിയാവോ? ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടറിനോട്. പിന്നെ അവരവിടെ നിൽക്കുവന്നു, അവൻ ജീവനും കൊണ്ട് ഓടിയവൻ. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഒരു കാര്യം, പേടിക്കണ്ട, 10 പേരുടെ ചോറ് ഇവൻ ഉണ്ണവനും. 10 പേരുടെ ഡാൻസ് ഇവൻ ഒറ്റയ്ക്ക് ചെയ്യും. അത്രയ്ക്ക് ആർട്ടിസ്റ്റാണ്. വെടിക്കെട്ട് ആർട്ടിസ്റ്റാണ്, അല്ല ഇടിവെട്ട് ആർട്ടിസ്റ്റാണ്. ഇടിവെട്ട് ആർട്ടിസ്റ്റ് ഞാൻ എവിടെ പരിപാടിക്ക് പോയാലും ഒന്നീ ഇടി അല്ലെങ്കിൽ വെട്ട്, അത് ഉറപ്പാണ്. അത് അവൻ മാത്രമല്ല, എനിക്കൂടെ വാങ്ങിച്ചു തരും. അതിലെ കഷ്ടം തന്നെ. പ്രഭുദേവ അല്ലോ, പ്രഭുദേക്കളെ. നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഡാൻസ് അറിയാം? ഞങ്ങൾക്ക് അക്രി ബക്കറ്റ്. അങ്ങനെയല്ല, ആർക്കോ ബക്കറ്റ്. ആർക്കും അല്ല പറ്റിക്കുന്നത്, നിനക്കാ പറ്റിക്കുന്നത്. ആക്രോബാറ്റിക്. അങ്ങനെയാണോ? അത് അടുത്ത കഴിഞ്ഞ മീറ്റിങ്ങിന് മാറ്റിയായിരിക്കും പേര്. ഞങ്ങൾ ഡാൻസേഴ്സിന്റെ മീറ്റിങ്ങിന് കഴിഞ്ഞാൽ മാറ്റിയായിരിക്കും. നേരത്തെ ഇങ്ങനെ ആയിരുന്നു. അത് മാറ്റിയതൊന്നും അല്ല, പിന്നെ പണ്ട് പോലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണോ? അക്രോബാറ്റിക് എന്നാണ്. ശരി. പിന്നെ ഈ കണ്ടം കറി. അത് അങ്ങനെയല്ല, പിന്നെ കണ്ടം വഴി. അത് നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഇത് കണ്ടം കറി ഡാൻസിന്റെ പേര്. കണ്ടംപററി. അങ്ങനെ കണ്ടംപററി. ഡാൻസ് എങ്ങനെയും കളിച്ചൊപ്പിക്കാൻ, പേരാണോ പറഞ്ഞൊപ്പിക്കാൻ പറ്റാത്തത്? പറയൂ. അതെ, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഡാൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. ഒരു റോപ്പ് വേണം. റോപ്പ് വേണല്ലോ. റോപ്പ് ഡാൻസ് കളിക്കാനാണോ? അല്ല, റോപ്പ് അതിന് പേര് പറയരുത്. പേര് പറയുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഓർമ്മ. അതിനല്ല, എൻ്റെ ഈ ഡ്രസ്സൊക്കെ മുഷിഞ്ഞാണെന്ന് അശകെട്ടി ഒന്ന് ഉണക്കണം, നല്ല സ്മെല്ലുണ്ട്. അങ്ങനെങ്കിൽ ഈ തുണി ഒന്ന് കഴുകിയിട്. ആദ്യം നിന്റെ തല ഒന്ന് നനയ്ക്ക്, പിന്നെ എൻ്റെ തുണി നനയ്ക്കാം. പിന്നെ എനിക്ക് മണ്ണെണ്ണയും തീപ്പെട്ടിയും വേണം. ഫയർ ഡാൻസിനല്ല സംഭവം. ഫയർ ഡാൻസ് ആയിരുന്നു എൻ്റെ മെയിൻ. ഒരമ്പലത്തിൽ നിന്ന് പിന്നെ മണ്ണെണ്ണ ചോദിച്ചു. അവർ കൊടുത്ത പെട്രോൾ ആയിരുന്നു. അങ്ങനെ പെട്രോൾ വായിക്കൊണ്ട് അറിഞ്ഞില്ല, മണം ഏതാണ് ഒന്ന് ഗുണം ഏതാണെന്ന് അറിയില്ലല്ലോ. എല്ലാം കമത്തി വായിൽ അങ്ങനെ വെച്ചിട്ട് തീ വെച്ചിട്ട് ഒറ്റ ഊതി. പെട്രോളല്ലേ, ഭയങ്കര തീ അങ്ങ് പോയി. ഊതിയിട്ട് ശ്വാസം നേരെ ഇങ്ങോട്ട് കൃഷ്ണിലേക്ക് പിടിച്ചപ്പോൾ ആ തീ അതുപോലെ ഇങ്ങോട്ട് കയറി. മുത്തം നിന്ന് കത്തി. ഈ
ഹനുമാൻ ലങ്കാദഹനം നടത്തിയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അതുപോലെ ആ ഗ്രാമം മൊത്തം കത്തിച്ചിട്ടാണ് കയറി വന്നത്. അപ്പൊ ആ ഗ്രാമത്തിൽ മൊത്തം വ്യാളി തീ തുപ്പുന്ന പോലെ ഇവ അങ്ങ് തുപ്പി നടക്കുമായിരുന്നു. ഇപ്പൊ ഈ മണ്ണെണ്ണ വിളക്കം ചോദിച്ചെന്നറിയോ? KCB-യിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ എന്നെ വെട്ടിച്ചിട്ട് അവൻ പോയി. അവിടെ ചെന്ന് പരിപാടി നടത്തി. അവർക്ക് പരിപാടി നല്ലപോലെ ഇഷ്ടപ്പെട്ട് ആ നിമിഷം തന്നെ അവർ പോയി വീട്ടിലേക്ക് പീസ് അങ്ങ് ഊരി. പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ പീസ് ഊരിന് എന്തിനാ? അത്രയ്ക്ക് മെച്ചമായിരുന്നു പരിപാടി അവർക്ക്. മനസ്സിലായില്ലേ? അതിനുശേഷം പറഞ്ഞു KCB ഇനി ഇവന് കറണ്ട് കൊടുക്കണ്ട. അങ്ങനെയൊക്കെ തീരുമാനിച്ചു. ഇപ്പൊ വെട്ടമല്ല വെളിച്ചമില്ല, ഇപ്പൊ മണ്ണെണ്ണ വിളക്കും ആശ്രയം. അതല്ലേ. പിന്നെ ഈ ഫുഡിന്റെ കാര്യം എങ്ങനെയാണ്? ഭക്ഷണം ഒരു കോംപ്രമൈസും ഇല്ല. അല്ല, നിങ്ങൾ നേരത്തെ പറയണം. എന്നാണ് ഫിറോസിനോട് പറഞ്ഞത്. അത് എനിക്ക് ഒരു കണിശക്കാനാണ് ഞാൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. ആണോ? എനിക്കൊരു 5 കൂട്ടം ചിക്കന്റെ ഐറ്റംസ് തന്നെ വേണം. 5 തരം ചിക്കൻ? അത് വേണം. അതില്ലാതെ എന്തൊക്കെയാണോ? അത് പിന്നെ ചിക്കൻ ഫ്രൈ, ചില്ലി ചിക്കൻ, ഇതിന്റെ ബട്ടർ ചിക്കൻ, പിന്നെ അങ്ങനെ ചിക്കൻ ഉണ്ടല്ലോ സംഭവങ്ങളൊക്കെ. അത് പിന്നെ നമുക്ക് അതൊക്കെ കണ്ടതും കാണാത്തതുമായ എല്ലാ ഐറ്റംസും പോരട്ടെ. അതായത് നമുക്ക് ഒരു താല്പര്യം. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതെ, ഞങ്ങള് ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഇത് കഴിച്ചാൽ ചൂടിന്റെ കാലമല്ലേ, ഭയങ്കര ചൂട് പയർക്കൊക്കെ ചെയ്യും. ഞങ്ങൾ അതുകൊണ്ട് കഞ്ഞിയും പയറുമാണ്. അയ്യോ, കഞ്ഞിയും പയറും എനിക്ക് പറ്റും. എനിക്ക് എന്തെങ്കിലും കടിച്ചു പറിക്കണം. കടിച്ചു പറിക്കണം. ഒരു കാര്യം ചെയ്യും, വെളിയിലൊരു പട്ടിയുണ്ടോ നല്ലപോലെ കടിച്ചു പറിക്കും. പട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത്? ഞാൻ ചിക്കൻ്റെ ഐറ്റംസ് കടിച്ചു പറിക്കും, മാംസം കടിച്ചു പറിക്കുന്ന കാര്യം പറഞ്ഞു. ആ പട്ടി മാംസം കടിച്ചു പറിക്കുള്ളൂ. ഓരോ മിസ്റ്റർ ചിക്കൻ തിന്നുന്ന കാര്യമാണ് പറഞ്ഞത്. എനിക്കതില്ലെങ്കിൽ പറ്റത്തില്ല. ഇവിടെ അത് തരാൻ ബുദ്ധിമുട്ടാണ്. അത് അല്ലെങ്കിൽ പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വേണ്ട, നിങ്ങൾ വേറെ ആളിനെ അന്വേഷിക്കണം. ഞങ്ങൾ അന്വേഷിച്ചോളാം. നിങ്ങൾ വേണ്ടാതെ മിസ്റ്റർ, നിങ്ങൾ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട. വേറെ ആളെ ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടില്ല. അതെ, ഞാൻ നിന്നോളാം. നീ തിന്നണ്ട, നിന്റെ ആശാനും തിന്നണ്ട. അതല്ലെന്ന്, ഞാൻ മാടുപോലെ ഡാൻസ് കളിച്ചോളാം. എനിക്ക് കഞ്ഞി തന്നാ മതി. ഞാൻ അപ്പൊ നിന്റെ ആശാനും ആശാനെ ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ട് വരാന്ന്. ആണോ? ഓ അതെ, സംഭവം എല്ലാം ഓക്കെയാണ്. പിന്നെ കുഴപ്പം? ആശാൻ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്ത് ഡിമാൻഡ്? നിങ്ങൾക്ക് ഇത്തിരി കാശ് കൂടും. അത് വിഷയമല്ല, ഞങ്ങൾക്ക് പരിപാടി നടക്കണമല്ലോ. കുഴപ്പമില്ല, ഞാൻ ഒരു ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്താ കാര്യം പറ. പിന്നെ നേരത്തെ പറഞ്ഞ ആ കഞ്ഞിയില്ലേ, അതിന്റെ കൂടെ 2 ചുട്ട പപ്പടവും ഒരു കാന്താരിയും തന്നു കഴിഞ്ഞാൽ ആശാൻ വരാന്നാണ് പറഞ്ഞത്. എന്നാ ഒരു ഉണക്കമീന്റെ തലയും കൂടെ ആണെങ്കിലോ? സന്തോഷം. ഞാൻ എന്ത് പണിയും വേണമെന്ന് ചെയ്തോളാം. ആണോ? അത് ചെയ്യാം. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് അല്ല ഡാൻസ് കളിക്കാം. ഡാൻസ് ചെയ്യാം. എന്നിട്ട് ആലോചിക്കാം, നല്ലതാണോ എങ്കിൽ ആലോചിക്കാം. നന്നായിരിക്കും. കാന്താരിമുളകിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കൊണ്ടുവരട്ടെ. അപ്പൊ ഞങ്ങളെ ഒരു ചലഞ്ചിങ് ഡാൻസ് ഉണ്ട്, അതങ്ങ് ചെയ്യാം. ഓക്കെ. Y una vez más se viene el pasito de la matita. Número 2, DJ Tadeo, DJ Raulito. Con fuerza, muchachos. Siga moviendo la manta. Movete, matita. Movete, matita. Movete, matita. Movete, matita. Movete, matita. A ver, los pibes si me ayudan con esto. ¿Qué dicen? La Marta. Se mueve para, 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 se mueve para. Esta es la Marta más loca que hay. ¡Hueva! No para, y mueve la Marta, hueva, hueva, hueva la Marta. Y mueve la Marta, hueva, hueva, hueva la Marta. Y mueve la Marta, hueva, hueva, hueva la Marta. Y mueve la Marta, hueva, hueva, hueva la Marta. Y para vos, vuelve la asesina. അടിപൊളി, സൂപ്പർ. നിങ്ങൾ കഞ്ഞി കുടിക്കാൻ യോഗ്യനായിരിക്കുന്നു. അടിപൊളി. ഇതല്ല, ഞങ്ങളെ പൂട്ട് വീണ് കിടക്കുക. ആരെങ്കിലും വന്ന് അടിച്ചേ. ഇതിന്റെ പാസ്വേഡ് ആർക്കെങ്കിലും അറിയാവോ? ഈ പൂട്ടിന്റെ പാസ്വേഡ് അറിയാത്ത ആരെങ്കിലും ഒന്ന് അടിച്ചു തരാൻ. പാസ്വേഡോ? ഒരു സൈഡ് കഴിഞ്ഞു. അയ്യോ, അതെന്നാ? ഇനിയാണ് നിങ്ങൾക്ക് കഞ്ഞിയുടെ ആവശ്യം വന്നത്. അതെ. വെറും കഞ്ഞിയല്ല, കഷായ കഞ്ഞി. അപ്പോഴേ ആ കഷായക്കഞ്ഞിയുടെ കൂടെ നേരത്തെ പറഞ്ഞ ആ ഉണക്കമീൻ്റെ തല കാണുമോ?